വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ തിരുലിഖിതം. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഉണ്ടാകാം, ചിലപ്പോഴൊക്കെ വരാം, ഏത് സമയത്തൊന്നും അറിയില്ല, ഏത് സമയത്ത് ഞാൻ വരാം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉറപ്പാണ്. ആ ഉറപ്പെന്താ? നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ആരുണ്ട്? യേശു ഉണ്ട്. 2 പേർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ആരുണ്ട്? യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണിത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട്. നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ 2 പേര് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അടുത്തിരുന്ന് നോക്കിയേ, അവിടെ ആരുണ്ട്? അവിടെ യേശുവുണ്ട്. 2 പേർ ഒരുമിച്ച് നടന്നു പോകുക. ഒരു കാറിൽ 2 പേർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയേ, അവിടെ ആരുണ്ട്? അവിടെ യേശുവുണ്ട്. വചനം സംസാരിച്ചു തുടങ്ങിയേ, അവിടെ ആരുണ്ട്? അവിടെ യേശുവുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ യേശുവിനെ കുറിച്ച് സംസാരിച്ചു പോവുകയായിരുന്നു. അവിടെ യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഒരു ഒരു ആത്മീയ ബോധ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയണം. നമ്മൾ വീട്ടിൽ 2 പേർ ഒരുമിച്ച് കൂടുമ്പം, നമ്മൾ ബസ്സിൽ 2 പേർ ഒരുമിച്ചിരിക്കുമ്പം, കാറിൽ യാത്ര ചെയ്യുമ്പം, നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുമ്പം, നമ്മൾ എവിടെയാണെങ്കിലും, പറമ്പിൽ 2 പേർ ഒരുമിച്ച് പുല്ലിയെത്താൻ പോകുമ്പം, പറമ്പിൽ 2 പേർ ഒരുമിച്ച് പുല്ലിയെത്താൻ പോയാൽ മതി, അവിടെ യേശുവുണ്ട്. അതുകൊണ്ട് ഇത് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഈശോ പൂർത്തിയാക്കും. അപ്പോൾ ഈശോയും കൂടെ ഉള്ള ഒരു മീറ്റിംഗ് ആണെന്ന് വിചാരിക്കണം നിങ്ങൾ എവിടെ കൂടിയാലും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ അടുത്തൊരാൾ തളർന്നിരിക്കുകയാണെങ്കിൽ, അടുത്തൊരാൾ രോഗിയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൊടുത്തവർ യേശുവിനോട് പറയണം, യേശുവേ, ഈ ആൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, ഈ ആൾക്ക് ആസ്മയാണ്, ഇയാൾ പരീക്ഷയ്ക്ക് പഠിച്ച് തോച്ചിരിക്കുക, ഇയാളെ ഒന്ന് ജയിപ്പിക്കണം. യേശുവിനോട് പറഞ്ഞുകൂടെ? നിങ്ങൾ പറയാത്തതിൻ്റെ കാരണം എന്താ? വിശ്വാസം അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അത് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ചത് എവിടെയാണെന്നറിയോ? പള്ളിയിൽ യേശു കൊണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും അംഗീകരിച്ചിട്ടില്ല. ശരിയാണോ? വിശ്വാസം കൊണ്ട്, വിശ്വാസ തലത്തിൽ നമ്മൾ വചനത്തിൽ നിന്നും വളരെ അകലെയാണ്. വചനത്തിൽ നിന്ന് നമ്മൾ വളരെ അകലെയാണ്. 2 പേർ മതി. 2 പേർ ഒരുമിച്ച് കൂടിയാൽ, അവർ ഒരുമിച്ച് നടന്നാൽ, ഒരുമിച്ച് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ യേശു ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ 2 പേർ സംസാരിച്ചുകൊണ്ട് വഴിയിൽ കൂടെ നടന്നു പോയാൽ ആ കൂടെ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഈശോ നമുക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. ഈശോ നമുക്ക് നൽകിയ 2ാമതൊരു വാഗ്ദാനമുണ്ട്. ആണ് യോഹന്നാൻ 14-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. എന്താ അവിടെ കാണുന്നത്? അവിടെ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈശോ തന്ന മറ്റൊരു വാഗ്ദാനമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈശോ പറയുകയാണ്, ഞാൻ തന്നെ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മരിക്കുന്ന സമയത്ത് ആരാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്? അതൊക്കെ പറ. ആരാണ്? നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ ആരാണ്? അപ്പോൾ മരിക്കുന്ന സമയത്ത് യോസേപ്പ് പിതാവ് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നത്. യോസേപ്പ് പിതാവ് ഉണ്ടായിരിക്കും.
പിന്നെ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണല്ലേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണം അല്ലേ. അപ്പോൾ മാതാവും ഉണ്ടാവും. പക്ഷെ ഈശോ ആ സമയത്ത് നമുക്ക് വേണ്ടി അപേക്ഷിക്കുമെന്നും ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. കാരണം വചനത്തിൽ ഈശോ തന്നെ ഈ കാര്യം നേരിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, കർത്താവായ യേശുവിനെ ആരാധിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ മരിക്കുന്ന സമയത്ത് മുഖ്യദൂതന്മാരോ മാലാഖമാരോ മാതാവോ യോസേപ്പ് പിതാവോ ആയിരിക്കില്ല നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നത്. അവരൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ആരാണ് പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്നത്? പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ രക്ഷകനായ യേശു ആയിരിക്കും പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചില അമ്മച്ചിമാർ മരിക്കുന്ന സമയത്ത് മാത്രമല്ല, മരിച്ചതിന് ശേഷവും ചില അമ്മച്ചിമാരുടെ മുഖമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരിച്ചതിന് ശേഷം നല്ല നല്ല ചിരിച്ച് നല്ല പ്രസാദിച്ച് കിടക്കണം അമ്മച്ചിമാരെ കാണാം. മുഖം കണ്ട നല്ല പ്രകാശം. എന്തായിരിക്കേണ്ട കാരണം? മരിക്കുന്ന സമയത്ത്, ലാസ്റ്റ് സമയത്ത് എന്ത് കാഴ്ചയാണോ കാണുന്നത് അതനുസരിച്ചായിരിക്കും മുഖത്തിൻ്റെ ഷേപ്പ്. മരിക്കുന്ന സമയത്ത് വല്ല കരടീനെയോ സിംഹത്തെയോ വലിയ കാട്ടുപോത്ത് പോലെയുള്ള ചില ജീവികളുണ്ട് അല്ലേ, അതിൻ്റെ പേരാണ് ദുഷ്ടപിശാച്. പിശാചിനെയൊക്കെ കണ്ടിട്ടാണ് മരിക്കണമെങ്കിലോ അതിൻ്റെ മുഖം അതേപോലെ വിരളി പിടിച്ചിരിക്കും. വിരളി പിടിച്ച് കണ്ണും തുറിച്ച് പല്ലും കടിച്ച്. ഹല്ലേലൂയ. എന്നാൽ ഈശോയെ കണ്ടിട്ടാണ് മരിക്കണമെങ്കിലോ, കാരണം ജീവിതകാലം മുഴുവൻ യേശുവേ യേശുവേ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഈശോ അടുത്തേക്ക് വന്നു. സന്തോഷത്തിന് അതില്ലേ, യേശു സന്തോഷം കൊണ്ട് അങ്ങനെ എന്ന് പറയുമ്പോഴേക്കും ആൾ മരിച്ചു. വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ ലാസ്റ്റ് ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്. വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ ജീവിതത്തിൽ ലാസ്റ്റ് ഏറ്റവും അവസാനം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. അന്തോനീസ് നല്ല മരണത്തിന് വേണ്ടി മരിക്കാറായെന്ന് എല്ലാവർക്കും മനസ്സിലായി. ചുറ്റുമുള്ള സന്യാസിമാർ അന്തോനീസ് പുണ്യാളിന് ചുറ്റും നിന്ന് നല്ല മരണത്തിനുള്ള പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത്, നമ്മൾ പല സങ്കീർത്തനങ്ങളോ വചനങ്ങളും ഈ ഈശോയുടെ അതിദാരുണമായി പീഡാനുഭവം എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളുണ്ട് ഓരോ കാലഘട്ടത്തിലും. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത ഘട്ടം വന്നപ്പോൾ അന്തോനീസ് പുണ്യാളിന് പ്രാർത്ഥന നിർത്തി. അന്തോനീസിനുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് തന്നെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി. അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ചുറ്റുമുള്ള സന്യാസിമാർ വിശുദ്ധനായ അന്തോനീസ് പുണ്യാളനോട് ചോദിച്ചു, ഗുരോ അങ്ങെന്താ ഇപ്പോൾ പ്രാർത്ഥന നിർത്തിയത്? എങ്ങോട്ടാണ് സൂക്ഷിച്ച് നോക്കണത്? ആരാണ് അങ്ങേ ഇപ്പോൾ ശല്യം ചെയ്യണത്? അങ്ങ് എങ്ങോട്ടേ സൂക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞു. ഉടനെ അന്തോനീസ് പുണ്യാളൻ പറഞ്ഞു, ഇതാ ഞാൻ യേശുവിനെ കാണുന്നു, ഇതാ ഞാൻ യേശുവിനെ നേരിട്ട് കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ അന്തോനീസ് മരിച്ചു. അന്തോനീസ് പറഞ്ഞ അവസാനത്തെ വാക്കിയതാണ്, ഇതാ ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നു. പിന്നെ അന്തോനീസ് മരിച്ചു. പിന്നെ സന്യാസിമാരെ നോക്കുമ്പോൾ ആള് മരിച്ചു. അപ്പോൾ അന്തോനീസ് മരിക്കാനുള്ള സമയമായപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പിതാവിൻ്റെ വലതുഭാഗത്തുള്ള യേശുവിനെ അന്തോനീസ് പുണ്യാളൻ നേരിട്ട് കണ്ടു. യേശു ക്ഷണനേരം കൊണ്ട് അന്തോനീസ് പുണ്യാളൻ്റെ അടുത്തെത്തി. അന്തോനീസ് പുണ്യാളനോട് പറഞ്ഞു, പുറപ്പെടാന്ന് പറഞ്ഞു. അന്തോനീസ് പുണ്യാളനെ എടുത്തു. അപ്പോൾ ഭൂമിയുള്ളവർ പറഞ്ഞു, അന്തോനീസ് പുണ്യാളൻ മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്തോനീസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ. ഇത് ഈശോ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ
ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ഈശോയെ സ്നേഹിക്കുന്ന ഒരാത്മാവ് മാമോദിസ മുങ്ങി നന്നായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന വചനം കേട്ട് തൻ്റെ ഹൃദയത്തെ ഉണർവിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാത്മാവ് മരിക്കുമ്പോൾ ആരാണ് വരുന്നത്? യേശു വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പം ആ വ്യക്തി ഒരുവിധമൊക്കെ ഈശോയെ സ്നേഹിക്കുകയും പാപത്തെയൊക്കെ ഉപേക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുകയും വചനം വായിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, വചനത്താൽ തന്നെ കഴുകി നന്മയുള്ളതുമാക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി മരിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കനുസരിച്ച് യേശു നേരിട്ട് ആ സ്ഥലത്ത് വരും. യേശുവിനെ കണ്ടാൽ പിന്നെ ആർക്കാ സന്തോഷം വരാത്തത്? ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ സന്തോഷിക്കണം. അതുകൊണ്ടാണ് ചില മരിക്കുന്നത് വരെ നമ്മുടെ മുഖവും നമ്മുടെ കളറൊക്കെ വേറെ ആയിരിക്കും. ഭയങ്കര രോഗത്തിൻ്റെ വേദനയൊക്കെ ആയിരിക്കും. മരിക്കുന്ന സെക്കൻഡ് തൊട്ട് നമ്മുടെ മുഖം പ്രകാശിക്കാൻ തുടങ്ങും. കഠിനമായ ഉദാഹരണത്തിന് മരിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും മരിക്കുന്നത് വരെ സന്തോഷമായിട്ട് നിർബന്ധമില്ല. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, യേശുവിൻ്റെ കാര്യം ചിന്തിച്ച് നോക്കുക. യേശുവിൻ്റെ മുഖമൊക്കെ മരിക്കുന്നത് വരെ എന്തായിരുന്നു? ചമ്മട്ടി അടികൊട്ടും കുരിശ് വഹിച്ചും മറ്റുള്ളവരെ തുപ്പലും നിന്ദനം സഹിച്ചും ഭയങ്കര ക്രൂര വാക്കുകൾ കേട്ട് വിഷമിക്കല്ലായിരുന്നോ? എന്നാൽ കുരിശിൽ കിടക്കുന്ന സമയത്ത് ചിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ യേശു മരിച്ച സമയത്ത് ലാസ്റ്റ് യേശു കണ്ടത് എന്താ? ലാസ്റ്റ് യേശു പിതാവിനെ കണ്ടു. പിതാവിനോട് പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ എസ്തഫാനോസ് മരിച്ചു. എസ്തഫാനോസിനെ കല്ലെറിഞ്ഞാണ് കൊന്നത്. കട്ടിലേ കടന്ന് വെള്ളം കുടിച്ച് മരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് മരിക്കുന്നത് ചിലപ്പോൾ അഗ്നിയുള്ളിൽ കടന്നിട്ടായിരിക്കും, ചിലപ്പോൾ കുരിശ കടന്നിട്ടായിരിക്കും, ചിലപ്പോൾ രോഗം പിടിച്ചായിരിക്കും, ചിലപ്പോൾ ആരും ഇല്ലാതെ ഏതെങ്കിലും കുപ്പത്തൊട്ടി കടന്നായിരിക്കും. നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയൊക്കെ നമ്മൾ മരിക്കാൻ പോണേന്ന്, അല്ലേ? ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിട്ടായിരിക്കും മരിക്കാൻ പോണത്, നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും, വെള്ളത്തിൽ കടന്നിട്ടാണെങ്കിലും, ആകാശത്ത് കടന്നിട്ടാണെങ്കിലും, കുരിശ കടന്നിട്ടാണെങ്കിലും, പിന്നെ രോഗം പിടിച്ചിട്ടാണെങ്കിലും, കള്ളന്മാരിടിച്ചു കൊന്നാണെങ്കിലും, എങ്ങനെയാണെങ്കിലും, ചിലപ്പോൾ സ്വർണ്ണമൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടി കഴുത്ത് മുറിച്ചിട്ടായിരിക്കും സ്വർണ്ണം എടുത്തുകൊണ്ട് പോകണത്. നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ തരത്തിൽ നമ്മളെ കൊണ്ടുപോകണത്. അപ്പം അതുകൊണ്ട് സമയമായി നമ്മൾ പോകും. ആ സമയമാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മരിച്ചാൽ അത് വണ്ടി ഇടിച്ചതായിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല. അതൊന്നും വേറെ തടസ്സമല്ല. ആ സമയത്ത് ഈശോ അവിടെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധം നമ്മൾ മരിച്ചു പോയേ പറ്റൂ. അപ്പോൾ അതിനെക്കുറിച്ച് ആരും ടെൻഷൻ പിടിക്കണ്ട. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് എത്തുക നല്ലത്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മരണത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകട്ടെ. മരിക്കുന്ന സമയത്ത് യേശു വന്നിട്ട് പറയും, വാ, ഇത്രയും കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇനി വിഷമിക്കണ്ട, ഇനി എൻ്റെ കൂട്ടത്തിൽ പോരെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കൂട്ടത്തിൽ യേശു കൊണ്ട് കൊണ്ടുപോകും. എസ്തഫാനോസ് മരിച്ച സമയത്ത് എന്താ? കല്ലെറിഞ്ഞ് അതിനൊരു പരുവാക്കി. അപ്പോൾ എന്നാലും ശരി, ലാസ്റ്റ് സമയം വന്നപ്പോൾ എസ്തഫാനോസ് പറഞ്ഞു, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. നേരം കൊണ്ട് അവിടെ നിന്ന് യേശു എസ്തഫാനോസിൻ്റെ അടുത്തേക്ക് എത്തി. എസ്തഫാനോസിന് അത് കൈ നീട്ടി. എസ്തഫാനോസ് എന്ന് പറഞ്ഞ് കൈ നീട്ടിയിട്ടുണ്ടാവും. ഉടനെ എസ്തഫാനോസ് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആള് മരിച്ചു. ഈശോ ഈ പറഞ്ഞ വാക്ക് സത്യമായി ഈശോ കീപ്പ് ചെയ്യും, പാലിക്കും. എന്താ പറയണത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഞങ്ങൾ മരിക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് അങ്ങയെ മുഖാഭിമുഖം കണ്ട് ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ തക്കവിധ യോഗ്യതയോടെ മരിക്കാൻ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ കൃപ തരണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് ഉറക്കെ സ്തുതിക്കാം. എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവേ, ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ അവിടെ നിവേശിപ്പിക്കണമേ. അങ്ങയുടെ ഉണർവിൻ്റെ ആത്മാവിനെ അവിടെ നിവേശിപ്പിക്കണമേ. സന്തോഷത്തിൻ്റെ ആത്മാവിനെ അവിടെ നിവേശിപ്പിക്കണമേ. സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ അവിടെ നൽകണമേ. കർത്താവായ യേശുവേ, നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങാൻ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണം കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇനി മറ്റൊരു വാഗ്ദാനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 തൊട്ട് 32 വരെ വാക്യങ്ങൾ. ഈശോ ഒരു വാഗ്ദാനം, ഒരു കാര്യം ഈശോ വെളിപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാവോ? അതിങ്ങനെയാണ്: ഇതിനു ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി വലിയ ഒരു വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും വലിയൊരു ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരീസയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒത്തു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഇവിടെ ഈശോ പറയാണ്, ഞാൻ ആരുടെ അടുത്തേക്ക് വരും? ഞാൻ തകർന്നിരിക്കുന്ന ആത്മാക്കളുടെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഈശോ പൂർത്തിയാക്കും. ഈശോ പൂർത്തിയാക്കും. തകർന്നിരിക്കുന്ന ആത്മാക്കളുണ്ടെങ്കിൽ തകർന്നിരിക്കുന്ന ആത്മാക്കളുടെ അടുത്തേക്ക് ഈശോ വരും. ഈശോ വരും. ആ ആത്മാവ് വേദനയോടെ ഇരിക്കുകയാണെങ്കിൽ ഈശോ ആത്മാവിനെ കൂടുതൽ ആശ്വസിപ്പിക്കും. എന്നാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ പറയുന്നത് എന്താണ്? സാത്താൻ നമ്മുടെ ഉള്ളിൽ പറയുന്നത് എങ്ങനെയാണ്? നിന്നെ യേശുവിന് ഇഷ്ടമല്ല. എന്താ കാരണം? നിന്നെ യേശുവിന് ഇഷ്ടമല്ല, കാരണം നീ ഒരു പാപിയാണ്. നീ ഒരു പാപിയാണ്. നീ ഇപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്വഭാവം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. പിശാച് ഉള്ളിയിരുന്ന് പറയുകയാണ്, ഒന്നുമില്ലെങ്കിലും നീ പുകവലിക്കാൻ തുടങ്ങിയിരുന്ന കാലം എത്രയായി? 10, 40, 50 വർഷം പുകവലിച്ചിട്ട് നീ ഇപ്പോഴും അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്നിട്ട് ഇവിടെ ഇരിക്കുക. നീ ഇരുന്ന് യേശുവിനെ വിളിച്ച് ആരാ വരിക? യേശു ഒന്നും വരില്ല, പിശാചു തന്നെ വരുള്ളൂ എന്ന് പറയുക. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളോട് ഇന്നലെ അങ്ങടെ മദ്യപിച്ച് ഇന്ന് ഉള്ളിൽ കയറി ഇരിക്കുക. നിനക്ക് എന്ത് കിട്ടുമെന്ന് നീ വിചാരിക്കണേ? നീ വിളിച്ച് ആര് വരുമെന്നാണ് വിചാരിക്കുന്നത്? ഇങ്ങനെ പിശാച് നമ്മുടെ ഉള്ളിലിരുന്ന് പറയുക. ഈശോ പറയണത് എന്താണ്? ഇന്നലെ മദ്യപിച്ചാലും ഇന്ന് രാവിലെ ആ വണ്ടിയെ മദ്യപിച്ചിട്ട് കുറച്ച് പകുതി വെച്ചിരിക്കുന്ന ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവും. ഈശോ ആ പാപിയെ ആശ്വസിപ്പിച്ച് പറയും, ഞാൻ നിന്റെ അടുത്തേക്ക് ഇന്ന് വരാൻ പോവാണ്. എനിക്കിന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. എന്തായി സ്ഥിതി? ഇത് വെറുതെ ഇരുന്ന് ബസ്സിനെ പുറമെ ഒന്ന് ഉള്ളിൽ നിന്ന് ധ്യാനകേന്ദ്രത്തിൽ ഉള്ളിൽ കയറാൻ ആഗ്രഹിച്ചിട്ടില്ല. ധ്യാനകേന്ദ്രത്തിൽ ഉള്ളിൽ കയറാൻ പുറമ്പിൽ എല്ലാവരുടെ കൂടെ വന്നു. അതിനുശേഷം ഇങ്ങനെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വെറുതെ ഇച്ചിരി ഉള്ളിൽ കയറിയാൽ മതി. ഉടനെ യേശു പറഞ്ഞു, ആ മത്തായി, ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഒരു പാപത്തിൽ വേദനിക്കുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ
അത് നിഷ്കളങ്കമായ ഒരു ആത്മാവാണ്. ചിലപ്പോൾ പാപത്തിലൊക്കെ വീഴും. ഈ ചേട്ടൻ നിഷ്കളങ്കമായ ആത്മാവാണ്, പക്ഷെ പാപത്തിലായിപ്പോയി. ഇത് 5 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ആത്മാവിനെ യേശു സഹായിക്കും. അന്ന് അത് ഈ വചനങ്ങളുടെ ഏറ്റവും പുറകിൽ എൻ്റെ കർത്താവേ ഇനി എന്നെ വലിപ്പിക്കരുത് ഇത്രയെന്ന് പറഞ്ഞു. ആ ആത്മാവിൻ്റെ അടുത്തേക്ക് യേശു ചെന്നു. അതാണ് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികൾ അന്വേഷിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. നീതിമാന്മാരോട് കർത്താവിന് ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ പാപികളും രോഗികളും തളർന്നവരും കടബാധ്യതയുള്ളവരും ദുഃഖിതരും വേദനിക്കുന്നവരും പരീക്ഷയ്ക്ക് തോക്കണവരും വന്നിരുന്ന അപ്പം തന്നെ ഉറങ്ങിപ്പോണവരും അതേപോലെ പല വിഷമവും വേദനയും ദുഃഖവും തകർച്ചയും തകർന്ന് കിടക്കുന്ന ആത്മാക്കളെയാണ് കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലേ? കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടൊരു ആത്മാവ് വന്നു. ആത്മാവിൻ്റെ തളർച്ച കാരണം ആത്മാവിനൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല. മറ്റേ മുമ്പ് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ പറയുകയാണ്, ഞാൻ ഒരു കുപ്പി മേടിച്ചിട്ട് നല്ല ഒരു എന്തായാലും ഒരു സാധനം ഉണ്ടല്ലോ, അത്രയും കുടിച്ചിട്ട് ഇതിനകത്ത് വന്നിരിക്കും, ഇനി ബാക്കി പോകുമ്പോൾ കുടിക്കാൻ വേണ്ടി ബസ്സിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞൊരു ചേട്ടനെ കണ്ടില്ലേ? അങ്ങനത്തെ ഒരു ആത്മാവ്, ആ ആത്മാവിന് ഈശോ ഉൾക്കൊണ്ട്, എന്നാലും ശരി നീ വന്ന് എൻ്റെ അടുത്തിരുന്നോളാനാണ് പറയണത്, അല്ലേ? ഒരു നല്ല ഡിസിപ്ലിനുള്ള വികാരിച്ചനാണെങ്കിൽ സമ്മതിക്കുക. പക്ഷെ ഈശോ പറഞ്ഞു ഓക്കെ സാരമില്ല, നീ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ ആത്മാവിനെ ഈശോ രക്ഷിച്ചു. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ജീവനോടെ പറ ഹല്ലേലൂയ. പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ വന്ന് നട്ടലൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, കൈയൊടിഞ്ഞവർ, വേദനിക്കുന്നവർ, അല്ലേ? അങ്ങനെയുള്ള സർവ്വ ഈശോയുടെ വേദനിക്കുന്ന ആത്മാക്കളെ ഈശോയോട് ഒരുമിച്ച് കൂട്ടുക. അവർക്ക് പ്രാർത്ഥിക്കാനും അറിയാതെ, ചിലപ്പോൾ ഒരു പ്രാർത്ഥന പോലും അറിയാത്തവർ ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവായ ഈശോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ആത്മാക്കൾ എന്ത് ചെയ്യുമെന്നറിയാവോ? തൻ്റെ ആത്മാവിലേക്ക് ഈശോയെ വരണം. ഇതെങ്ങനെ രക്ഷ പ്രാപിക്കുന്നത് എനിക്കറിയാൻ പാടില്ല, എനിക്ക് നിത്യജീവൻ വേണം. പക്ഷേ ഇതെങ്ങനെ, ഇപ്പോൾ ആ പ്രായമുള്ള ചേട്ടനൊക്കെ എന്താ നമ്മൾ തിയോളജി പറഞ്ഞ പോലെ മനസ്സിലാവുക, തിയോളജി ഒന്നും കേൾക്കാൻ വന്നാൽ അത് യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാൻ തുടങ്ങി. ദൈവത്തിനറിയാം, ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ഓരോ ആത്മാവിലേക്കും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയുള്ള രക്ഷ, നിത്യജീവൻ എത്തിക്കാൻ ദൈവത്തിനറിയാം. ഓരോ ആത്മാവിന് ദൈവം അത് കൊടുക്കും. ഈശോ 3 വാഗ്ദാനങ്ങൾ തന്നു. ഒന്നാമത്തെ വാഗ്ദാനമാണ് 2 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. 2 വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടിയാൽ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? നല്ല നീറ്റായ 2 വ്യക്തികൾ ഒരുമിച്ച് കൂടിയാൽ ഞാൻ വരുമെന്ന് പറഞ്ഞില്ല. 2 പേര് ഒരുമിച്ച് കൂടിയാൽ, അത് മാമോസ മുങ്ങിയവരാണെങ്കിൽ പ്രത്യേകിച്ചും 2 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ചിലപ്പോൾ നിരാശയായിരിക്കും, ചിലപ്പോൾ കണ്ണുനീരായിരിക്കും, ചിലപ്പോൾ കുറ്റം പറയായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഇച്ഛാഭംഗമായിരിക്കും. ആ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ, അവർ നല്ല കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞുകൊണ്ട് പോയത്, അവർ കുറേ ഇച്ഛാഭംഗവും നിരാശയും സങ്കടമൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പോയത്. ഇനി എന്ത് ചെയ്യും, എന്തൊരു കഷ്ടം, നമ്മളൊരു വലിയ ആളാണെന്ന് വിചാരിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോവുമായിരുന്നു. അപ്പോൾ യേശു അവരുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി ഈശോയ്ക്ക് അറിയാം. പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാമെന്ന് ഈശോയുടെ ആഗ്രഹം നമ്മുടെ ആത്മാവിൽ നിത്യജീവൻ്റെ കൃപ തരണം എന്നുള്ളതാണ്. അത് ദൈവത്തിന് തരാൻ പറ്റും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവ് പരിധികളില്ലാതെ ക്ഷമിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ഉറക്കെ സ്തുതിക്കാം ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനങ്ങളിൽ അവിടെ നൽകിയിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട ആത്മാക്കളെ, പ്രത്യേകിച്ച് അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട തകർന്ന ആത്മാക്കളെ അവിടെ നിന്ന് എടുക്കണമേ. അവിടെ നിന്ന് വാരി പുണരണമേ കർത്താവേ, അവിടെ നിന്ന് വാരി പുണരണമേ, അവിടെ നിന്ന് അഭിഷേകം ചൊരിയണമേ, അവിടെ നിന്ന് കൃപകൾ നൽകണമേ കർത്താവെ, അവിടെ നിന്ന് ഇടപെടണമേ. അവിടുത്തെ അത്ഭുതപരമായ ശക്തി അങ്ങയുടെ പ്രിയപ്പെട്ട ദാസിദാസന്മാരുടെ മേൽ ഇപ്പോൾ നിറയ്ക്കണമേ കർത്താവെ. അങ്ങയുടെ ദിവ്യ അനുഭവങ്ങൾ നൽകണമേ. അങ്ങയുടെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ, അങ്ങയുടെ സന്തോഷം ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. അങ്ങയിലുള്ള വിശ്വാസം കൊണ്ട് ഹൃദയം ഉജ്ജ്വലിക്കാൻ ഇടവരുത്തണമേ. എല്ലാ മന്ദിപ്പും മാറിപ്പോകട്ടെ, എല്ലാ മരവിപ്പും വിട്ടുപോകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. ഈ നിമിഷം സ്വർഗത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോ ഹൃദയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. അതികഠിനമായ പുകവലിയുടെ ആസക്തികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. മദ്യപാനത്തിൻ്റെ അടിമത്തങ്ങൾ മാറിപ്പോകട്ടെ. ലഹരിയുടെ അടിമത്തങ്ങൾ വേദനിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ രക്ഷ പ്രാപിക്കട്ടെ. എല്ലാ
തരത്തിൽ വെറുപ്പ് വൈരാഗ്യത്തിന് കെട്ടുകൾ അഴിയട്ടെ. പാപബന്ധനങ്ങൾ തകരട്ടെ. കർത്താവെ, അങ്ങേ വിശ്വസിക്കാൻ തടസ്സം ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അവിശ്വാസ പീഡകൾ നീങ്ങിപ്പോകട്ടെ. ഹൃദയ കാഠിന്യത്തിന് മേൽ ദൈവകൃപ നിറയട്ടെ. എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. എല്ലാ അശുദ്ധിയുടെ മേൽ കർത്താവിന് ശക്തി നിറയട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന.